ഹായ് മക്കളെ, ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും നോക്കിയിരുന്നോ? എൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ ഇക്വേഷൻസും അതിൻ്റെ ബാലൻസിങ് ആണ് ഞാൻ കാണിച്ചത്. അതിന് ഞാൻ പറഞ്ഞിരുന്നു ജസ്റ്റ് പെൻസിൽ ആൻഡ് റബ്ബർ മതി, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാമെന്ന്. ഇതിൽ പക്ഷേങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഇത് എന്താണ്, ഇക്വേഷൻ എന്താണെന്ന് വായിച്ചു നോക്കൂ. ലെഡ് നൈട്രേറ്റ് പ്ലസ് ലെഡ് നൈട്രേറ്റ് വെൻ ഹീറ്റഡ്. ഓക്കെ, അതെന്തായിട്ട് മാറി? ലെഡ് ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ആയിട്ടാണ് മാറിയത്. ഇതിൻ്റെ അകത്ത് ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത് NO3 എന്നുള്ളത് കണ്ടോ? NO3ൻ്റെ പുറത്ത് നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു 2 കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ലെഡ് നൈട്രേറ്റിൻ്റെ അകത്ത് ഈ നൈട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ്, സാധനമല്ല, എലമെൻറ്റ് 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം. NO3 is used 2 times in this. അതിനാണ് NO3 twice എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വായിക്കുക? PbNO3 twice. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്തുള്ള എലിമെൻറ്റ്സ് എല്ലാം മാറ്റിയിട്ട് എഴുതുക. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കെമിക്കൽ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതൊക്കെ റിയാക്ടൻസ് ആണ്. ആ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷനിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ അകത്തുള്ള റിയാക്ടൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലായത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഇസ് റിയാക്ടൻസ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഇസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ് മാത്രം എടുത്ത് എഴുതി വയ്ക്കാം. അതായത് ലെഡ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി നമുക്കൊരു പെൻസിൽ എടുക്കാം. ഓക്കെ, ഒരു പെൻസിൽ എടുത്തു. നമ്മൾ നോക്കും ഫസ്റ്റ് എല്ലാത്തിലും എത്ര നമ്പേഴ്സ് ഓഫ് എലിമെൻറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു PB, ഇവിടെയും ഒരു PB. സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 എഴുതി. നൈട്രജൻ ഈസ് 2 ഹിയർ, കാരണം നൈട്രജൻ ഇവിടെ താഴെ 1 ആയിരിക്കും. 1 × 2 is 2. നൈട്രജൻ 2 ആണ്, ഇവിടെ നൈട്രജൻ 1 ആണ്. ഓക്സിജൻ പറയൂ, 3 × 2 is 6. മറ്റേ സൈഡിലോ 1 + 2, 3 + 2 = 5. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇതിൻ്റെ അകത്ത് ഏതാണ് ബാലൻസ്ഡ് അല്ലാത്തത്? എളുപ്പത്തിൽ മനസ്സിലാക്കാം. നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് നോട്ട് ബാലൻസ്ഡ്. നൈട്രജൻ എന്ന് പറയുന്നത് 2 ആണ്, ഒരു ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ 1 ആണ്. 1നെ 2 ആക്കാൻ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പം നൈട്രജൻ വരുന്ന സ്ഥലത്ത് നമുക്ക് 2 കൊടുക്കാം. അപ്പം ഇവിടെ ബാലൻസായി. ഇത് ഇസ് ടേൺഡ് ഇൻറ്റു 2. ഇനി എന്താ ഉള്ളത്? ഓക്സിജൻ്റെ നമ്പർ മാറി. ഓക്സിജൻ ഇവിടെ എത്രയായി? 4 ആയി. അപ്പം നമുക്ക് ഈ സൈഡിൽ എത്ര മാറും? ഓക്സിജൻ 4, 5, 6, 7 ആയിട്ട് മാറി. ദിസ് ഇസ് ടേൺഡ് ഇൻറ്റു 7. ഇതെന്ന് പറയുന്ന സമയത്ത് 6 and 7 അല്ലെ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. നമുക്ക് എന്ത് ഇൻറ്റു ചെയ്താലും ഈ 6 and 5 എന്നുള്ള 6 and 7 എന്നുള്ള നമ്പർ കിട്ടൂല. നമുക്കൊരു 2 വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, 2 വെച്ചിട്ട് നമുക്ക് മാറ്റിയിട്ട് ഓരോരോ നമ്പറിൽ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കാം ശരിയാവുമെന്ന്. അപ്പം 6, 7 ആണ് നമുക്കിവിടെ. 6ൽ ആണ് നമുക്ക് ഒന്ന് വലുതാക്കാൻ പറ്റും. ആ നമ്പറിനെ നെക്സ്റ്റ് ബിഗർ നമ്പറിലാക്കാൻ നോക്കാം. അതായത് ഓക്സിജൻ 6 വന്ന് ഇവിടെ 7 ആണ്. 6ന് ഞാനിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. 2 എടുത്തു കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ നമ്പേഴ്സും മാറി. ഇവിടെ PB എത്രയായി മാറി? ലെഡ് 2 ആയി മാറി. സോ ഇവിടെയും ലെഡ് 2 ആവണം. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഓക്കെ, ആ സമയം ഇവിടെ നൈട്രജൻ എന്തായി? നൈട്രജൻ ഇസ് ഓൾറെഡി 2 × 2 is 4. നൈട്രജൻ 4 ആയിട്ട് മാറി. ഇവിടെയുള്ള നൈട്രജൻ ഇസ് ഓൺലി 2. അപ്പോൾ ഞാനിവിടെ അഗെയിൻ ഇവിടെ എന്താക്കണം? നൈട്രജനെ നമുക്ക് മാറ്റിയിട്ട് 4 ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓക്സിജൻ എത്രയാണ് നോക്കൂ. ഓക്സിജൻ ഇസ് 3 × 2 6. 6 × 2 is 12 ആയിട്ട് മാറി. ഈ സൈഡിൽ എന്താണ് അപ്പോൾ ഇവിടെ ഞാനിവിടെ 4 ആക്കിയല്ലോ. ഇവിടെ ഓക്സിജൻ 2 ആണ്. 2 + 4 2s are 8 + 2. Here it is 10 + 2 is 12. After changing the atomic number, after changing the number from 2 to 4, the entire equation got balanced.
കണ്ടോ, നമ്മൾ ആദ്യം ഒരു ട്രയൽ മെത്തേഡിലാണ് 2 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ നമ്പർ മാച്ച് ചെയ്ത് വന്നില്ല. സോ വി അഗെയിൻ ആഡഡ് 2. സോ വി ഗോട്ട് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് അല്ലേ. നൈട്രജൻ NO3 ട്വൈസ് എന്നുള്ളത് നമ്മൾ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് ചെയ്തു. ഇനി ഞാൻ വേറൊരു ഇക്വേഷൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഈ ഫോർമുല ഇത് സ്പ്ലിറ്റ് ചെയ്യാതെ ഈക്വലായിട്ട് തന്നെ ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ നേരത്തെ NO3 ട്വൈസ് ചെയ്ത സമയത്ത് നൈട്രജനും ഓക്സിജനുമായിട്ട് മാറ്റി. ഓക്കെ, ഇത് ബെറിയം ക്ലോറൈഡ് അലൂമിനിയം സൾഫൈഡായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായ റിയാക്ഷൻ കാരണം ഉണ്ടായ 2 പ്രൊഡക്റ്റാണ് ബെറിയം സൾഫൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ്. ഇതിൻ്റെ അകത്ത് മക്കൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, SO4 ഇവിടെയും സെയിം ആണ്, ഇവിടെയും ഇതായിട്ടാണ്, സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. സൾഫർ ആൻഡ് ഓക്സിജനായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ മാറാത്ത സ്ഥിതിക്ക് ഇതിനെ ഒരുമിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമുക്ക് നോക്കാം. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബെറിയം, ക്ലോറിൻ, അലൂമിനിയം ആൻഡ് SO4 ഇത് നമ്മൾ ഒരുമിച്ചിട്ടെടുത്തു. ഇത്ര തന്നെയല്ലേ വരുന്നുള്ളൂ. ബെറിയം നോക്കൂ, 1 ആണ് എഴുതി, 1 എന്ന് എഴുതി. ക്ലോറിൻ നോക്കൂ, ഈ സൈഡിൽ 2 ആണ്, ഈ സൈഡിൽ 3 ആണ്, 2ഉം 3യുമായിട്ട് എഴുതി. ഓക്കെ, അലൂമിനിയം നോക്കൂ, Al2 ആണ്, ഇവിടെയോ Al1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. SO4 ഇവിടെ 3 ടൈംസ് ഉണ്ട് അല്ലേ, ഇവിടെ SO4 1 ടൈമേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SO4 തുടങ്ങാം. SO4 3 ആണ്. അപ്പം നമുക്ക് SO4ൻ്റെ ഇവിടെ 3 ഇട്ട് കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായി? 3SO4 ആയി മാറി. ബെറിയം ഇപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ ബെറിയം 3 ആയിട്ട് മാറി. നമുക്കിവിടേക്ക് 3 ആക്കണമെങ്കിൽ ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കണം. സോ അഗെയിൻ വി പുട്ട് 3 ഓവർ ഹിയർ. കണ്ടോ, ബെറിയം നമ്മൾ മാറ്റി. ഇപ്പം നമുക്ക് എന്തൊക്കെ മാറി? ക്ലോറിൻ മാറി. ക്ലോറിൻ ഇവിടെ എത്രയായി? 3 × 2 6 ആയിട്ട് മാറി. സോ ഇറ്റ് ഇസ് ചേഞ്ച് ടു 6. ഈ സൈഡിൽ എത്രയാണുള്ളത്? 3 ആണ് ക്ലോറിൻ ഉള്ളത്. അപ്പം നമുക്ക് 3 6 ആക്കാൻ എത്ര ഇൻറ്റു ചെയ്യണം? 2. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലോറിനും 6 ആയി. അപ്പം നമ്മളുടെ അലൂമിനിയം എത്രയായി? അലൂമിനിയം ഈ സൈഡിൽ 2 ആയി, വിച്ച് ആക്ച്വലി വി വാണ്ടഡ് ടു ബി 2 ആസ് വി വാണ്ട് ടു ബാലൻസ് ദ തിങ്. അപ്പോൾ ഇത് 2 ആയി, ഇതും 2 ആയി. അപ്പം നമുക്ക് എത്രയായി നോക്കൂ? ബെറിയം 3 ആയി, ബെറിയം 3 ആണ്, ഇവിടെയും 3 വന്നു. ക്ലോറിൻ ഇവിടെ 2 × 3 6 ആണ്, ഇവിടെ ക്ലോറിനും 3 × 2 6 വന്നു. ഓക്കെ, അലൂമിനിയം ഇവിടെ 2 ആണ്, ഇവിടെയും അലൂമിനിയം 2 ആണ്. SO4 ത്രൈസ് ആണ്, അതായത് SO4 3 ആണ്, ഇവിടെയും SO4 3 ആയിട്ട് മാറി. ഓക്കെ, സോ അവർ എൻറ്റയർ ഇക്വേഷൻ ഗോട്ട് ബാലൻസ്ഡ്. വളരെ എളുപ്പമാണിത്. നിങ്ങൾക്ക് ഈ SO4 എന്ന് പറയുന്നത് SO4 ത്രൈസ് എന്ന് പറയുന്നത് SO4 നമ്മൾ സ്പ്ലിറ്റ് എഴുതുകയാണെങ്കിൽ S3 ഓക്സിജൻ O4 എന്ന് പറഞ്ഞാൽ O4 × 3 ആണ്, ദാറ്റ് ഇസ് ഇക്വൽ ടു 12 ആണ് വരിക. ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല, ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇത് മനസ്സിലായല്ലോ? ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്ന് ചെയ്ത് പഠിക്കുക. ഇതുപോലെ ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും, ബെറിയം ക്ലോറൈഡ് വെൻ റിയാക്റ്റഡ് ടു അലൂമിനിയം സൾഫൈഡ് വാട്ട് ആർ ദ പ്രൊഡക്ട്സ്, റൈറ്റ്സ് ദ ഇക്വേഷൻ ആൻഡ് ബാലൻസ് ദ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ബെറിയം ക്ലോറൈഡിൻ്റെ ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ ഇക്വേഷൻ ആദ്യം വെറുതെ പഠിച്ചാൽ മതി. ഈ കെമിക്കൽ ബാലൻസിങ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. BaCl2 + Al2 SO4 thrice gives BaSO4 + AlCl3 എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വെറുതെ എഴുതിയാൽ തന്നെ അത് ബാലൻസ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അതുകൊണ്ട് ക്ലാസ് ടെക്സ്റ്റിൻ്റെ അകത്തുള്ള എല്ലാ കെമിക്കൽ ഇക്വേഷൻസും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ഡിയേഴ്സ്.